ഞാൻ പി എസ് സിയിലേക്ക് വരാൻ തന്നെ കാരണം എൻട്രി ആപ്പാണ്. എൻട്രി ആപ്പിലെ പ്രദീപ് സാറിൻ്റെ ഒറ്റയൊരു വീഡിയോയിലൂടെയാണ് ഞാൻ ഈ പി എസ് സി എന്നുള്ള മോഹം തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നത്. കെമിസ്ട്രി ഉണ്ണി സാറിൻ്റെ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാണ്ട് പഠിച്ചു. അറിയാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. സാറ് ഇരുന്ന് പഠിച്ചു, മക്കളെ പഠിക്കുക, ഇത് പഠിച്ചില്ലേ, ഇത് പഠിച്ചില്ലേ, ഇത് പഠിച്ചില്ലേ, ഇത് ഒരു ക്ലാസ് കഴിയുമ്പോഴേക്കും നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് തറവായിട്ടുണ്ടാവും. ഹായ്, എൻ്റെ പേര് അഞ്ജലി. ഞാൻ വയനാട് ജില്ലയിലെ മാനന്തവാടി സ്വദേശിയാണ്. ഈ കഴിഞ്ഞ LPST വയനാട് ജില്ലയിലെ 20ാം റാങ്ക് എനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതിനെന്നെ ഒരുപാട് സഹായിച്ചത് എൻട്രി ആപ്പാണ്. എൻ്റെ തുടക്കം കാലം മുതൽ ഞാനിപ്പോൾ LGSൽ വാച്ച്മാനായിട്ട് വളരി ഹോസ്റ്റലിൽ വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ 2 വർഷമായി. അപ്പോൾ ഈ 2 വർഷം കാലയളവിൽ എനിക്ക് എൻ്റെ കൂടെ നിന്ന് ഈ LPST കരസ്ഥമാക്കാൻ എന്നെ സഹായിച്ചത് എൻട്രി ആപ്പാണ്. LGS LDCൻ്റെയും കൂടെ 2019 നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഞാനത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്ലൈ ചെയ്ത് പ്രിലിംസ് നമ്മൾ കൺഫർമേഷൻ കൊടുക്കുമല്ലോ. കൺഫർമേഷൻ കൊടുത്തതിന് ശേഷമാണ് ഞാനിതൊന്ന് ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ എൻട്രി ആപ്പിൽ കണ്ടത്. അപ്പോൾ സാറിൻ്റെ മോട്ടിവേഷൻ, ഒരു നോബൽ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 2019 എൻ്റെ ഫസ്റ്റ് ക്ലാസ് ഒരു നോബൽ സമ്മാനത്തിൻ്റെ ക്ലാസ്സായിരുന്നു. നോബൽ സമ്മാനത്തിനെക്കുറിച്ച് സാറ് പറഞ്ഞതും സാറിൻ്റെ മോട്ടിവേഷനും കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ല ഞാൻ എങ്ങനെ അതിനകത്തേക്ക് അട്രാക്റ്റ് ആയിന്ന്. അത്രയ്ക്കും സാറിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ക്ലാസ്സായിരുന്നു. അതിലൂടെയാണ് ഞാൻ PSC എഴുതിയെടുക്കണം എന്നെനിക്കൊരു മോഹം വന്നത്. അതിന് വേണ്ടിയിട്ട് ഇതിന് നമ്മൾ പ്രിലിംസ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു. എൻട്രി ആപ്പിൽ ഞാൻ അന്ന് ആ ടൈമിൽ ഞാൻ 1 ഇയർ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ചെയ്യുക ചെയ്തത്. എനിക്ക് PSCനെ കുറിച്ച് യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല. എവിടെ തുടങ്ങണമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇതിപ്പോൾ പ്രിലിംസ് എന്താണെന്നോ അതിൻ്റെ സിലബസ് എന്താണെന്നോ ഒന്നും അറിയില്ല. ഞാൻ ഫസ്റ്റ് എൻട്രി ആപ്പിൻ്റെ അതിൽ നമ്മൾ കുറച്ച് മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ ചെന്ന് ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് 0 മാർക്കായിരുന്നു കിട്ടിയത്. 0 മാർക്ക് കിട്ടിയപ്പോഴേക്കും ഞാൻ ഒരു ദൈവം ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ നേടുമെന്ന് എനിക്ക് ആദ്യം തോന്നിയത്. എവിടുന്ന് തുടങ്ങേണ്ടതെന്നൊന്നും ഒരു പിടി ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ഓരോ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴേക്കും 1 മാർക്ക് 2 മാർക്ക് ഇങ്ങനെ വെച്ച് കൂടും. എന്നാലും നമുക്കൊരു 10 മാർക്ക് പോലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ വീഡിയോസും അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. പിന്നെയാണ് എന്തുകൊണ്ടാണ് നമുക്ക് ഈ മാർക്ക് കുറയാനുള്ള സാഹചര്യം നമ്മൾ ആദ്യം ചിന്തിച്ചത്. പിന്നെ സിലബസ് എടുത്തു വെച്ചു. സാർമാരുടെ ക്ലാസ്സുകൾ യൂട്യൂബിലാണെങ്കിലും സാറിൻ്റെ ക്ലാസ്സുകൾ കണ്ടു. എൻട്രി ആപ്പിൽ തന്നെ അതിൻ്റെ അത് കുറേ ക്ലാസ്സുകളുണ്ടായിരുന്നു. ക്ലാസ്സുകൾ കണ്ട് അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്ത് ഓരോ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലാസ് കഴിഞ്ഞപടി ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടും. അപ്പോൾ കുറച്ച് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും, അത് അത്രയും മാർക്ക് കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും നമുക്ക് ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, നമുക്കൊരു ചെറിയ വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, നമ്മുടെ ഉണ്ണി സാറിൻ്റെ ക്ലാസ്, കെമിസ്ട്രി ഉണ്ണി സാറിൻ്റെ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാണ്ട് പഠിച്ചു. അറിയാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. സാറ് ഇരുന്ന് പഠിച്ചു, മക്കളെ പഠിക്കുക, ഇത് പഠിച്ചില്ലേ, ഇത് പഠിച്ചില്ലേ, ഇത് പഠിച്ചില്ലേ, ഇത് ഒരു ക്ലാസ് കഴിയുമ്പോഴേക്കും നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് തറവായിട്ടുണ്ടാവും. അങ്ങനെ സാർ അത്രയ്ക്ക് നമ്മളെ ഇരുന്ന് പഠിപ്പിച്ചിട്ടാണ് സാർ ആ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുള്ളൂ. അതേപോലെ വിപിൻ സാറിൻ്റെ ജോഗ്രഫി ക്ലാസ്സുകൾ, പിന്നെ നമ്മുടെ ഫസ്റ്റ് ഞാൻ LGSൻ്റെ ആണ് പറയുന്നത്. നമ്മുടെ LPയിലേക്ക് ഞാൻ വന്നിട്ടില്ല. ഫസ്റ്റ് ക്ലാസ്സുകൾ ഞാൻ ഇത്രയും പറയുന്നത്, ഞാൻ ഒരു ഗോൾഡ് ബാച്ച് എടുത്തിട്ടില്ല. ഞാൻ സാധാരണ ഒരു സബ്സ്ക്രൈബർ ആയിട്ട് കൂടി എനിക്ക് എത്രയും കിട്ടിയ കാര്യങ്ങളാണ് പറയുന്നത്. എക്സാം അടുത്ത് ഞാൻ 2ൻ്റെ പ്രിലിംസ് പാസ്സായി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്കിതൊന്ന് സാധിക്കും. അപ്പോൾ ഞാൻ LDക്ക് വേണ്ടിയിട്ട് പ്രദീപ് സാറ് പറയുന്ന നമ്മൾ എന്താ പറയുക, ഓഫീസിലേക്ക് ബാഗൊക്കെ തൂക്കി രാവിലെ ഇറങ്ങി പോകുന്നതും കാര്യങ്ങളൊക്കെ സാറിങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഠിച്ചു പോകും. സാറ് ഓരോ സമയത്ത് നമ്മൾ ഡൗൺ ആകുമ്പോഴും സാറിൻ്റെ മോട്ടിവേഷൻ, നമ്മുടെ ആ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എവിടെയാണോ നമ്മൾ ഡൗൺ ആയിട്ടുള്ളത് അവിടെ നിന്ന് നമ്മൾ തന്നെ എഴുന്നേറ്റ് നമ്മൾ തന്നെ പഠിച്ചു പോകുമായിരുന്നു. അങ്ങനെയാണ് LDക്ക് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. പക്ഷേ ടെസ്റ്റുകൾ ഞാൻ കുറച്ച് കുറവായിരുന്നു. ടെസ്റ്റുകൾ എഴുതാൻ കുറച്ച് മടി വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് കുറയുന്നത് കാരണം നമ്മൾ ടെസ്റ്റുകൾ എഴുതൂല. ചില സമയത്ത് മാർക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ പരമാവധി ഉള്ള വീഡിയോസും ക്ലാസ്സുകളും മുഴുവൻ കണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് അങ്ങനെ എല്ലാം പഠിച്ച് ടെസ്റ്റുകൾ എനിക്ക് ഏറ്റവും ഫാൾട്ട് പറ്റിയത് എനിക്ക് അതുകൊണ്ടാണ്. എന്നിട്ട് LD എഴുതി മുഴുവൻ മൈനസ് അടിച്ച് മുഴുവൻ കയറ്റി. അതിനുശേഷമായിരുന്നു LGS വന്നത്. അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇത് പോയാൽ ശരിയാവില്ല എന്ന്. ഒരാഴ്ച 2 ആഴ്ചത്തെ ടൈം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും എൻട്രി കയറി ഞാൻ വേഗം മോക്ക് ടെസ്റ്റുകൾ ഒരു 10-15 മോക്ക് ടെസ്റ്റുകൾ ഒരുമിച്ചിരുന്ന് ചെയ്തു.
ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മാർക്ക് അത്യാവശ്യം ഒരു ലെവലിലെത്തി. അങ്ങനെയാണ് എനിക്ക് LGS 82 റാങ്ക് ഉണ്ടായിരുന്നത് വയനാട് ജില്ലയിൽ. അപ്പം LGS കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എന്താ പറയുക, ഞാൻ ലിസ്റ്റിൽ വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കുറച്ച് സമാധാനം, കിട്ടിയല്ലോ, ജോലി കയറിയല്ലോ, നമുക്ക് ഇതുകൊണ്ടങ്ങ് തൃപ്തിപ്പെടാമെന്നുള്ളൊരു മൈൻഡായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു വർഷം ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കിട്ടുന്ന ഒരു അഡ്വൈസ് വരുന്നതിന് മുമ്പ് ഒരു വർഷം ലിസ്റ്റ് വന്ന് അവർ കിട്ടുന്നൊരു ടൈമിൽ അവർ പറഞ്ഞു കുറച്ച് നാൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്തു. അപ്പോൾ ക്ലാസ് കുട്ടികൾ അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മേഖല ഇതല്ല, അപ്പം ഇതല്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല എന്തുകൊണ്ടാണ് എനിക്ക് ഇതിനകത്തേക്ക് ഇത്ര അട്രാക്റ്റ് ആവുന്നതെന്ന് എനിക്കറിയില്ല. കുട്ടികളും ആയിട്ട് ചെല്ലുമ്പോഴേക്കും വേറൊരു ലോകം പറഞ്ഞറിയാൻ പറ്റില്ല. നമുക്കിപ്പോൾ അത് പറയുമ്പോൾ തന്നെ നമുക്ക് മേത്തൊരു കുളിര് വരും. കുട്ടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും വീക്ക്നെസ്സാണ് എനിക്ക്. ഓരോ നിമിഷവും നമ്മൾ എത്ര സ്ട്രെസ്സായിട്ട് ചെന്നിട്ടുണ്ടെങ്കിലും മക്കളുടെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ടെറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല, ടെറ്റും പാസ്സായിട്ടില്ല. 2022 ലാസ്റ്റത്തെ LPൻ്റെ മുമ്പുള്ള ടെറ്റ് ഉണ്ടല്ലോ, ആ ടെറ്റാണ് ഞാൻ എഴുതിയെടുക്കുന്നത്. അപ്പോഴാണ് എന്നോട് അവിടുത്തെ മാഷുണ്ട്, അജിത്ത് മാഷിനെ ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പം എന്നോട് പറഞ്ഞു, ടീച്ചർ ഈ രീതിയിൽ പോവരുത്, അവിടെ നിൽക്കരുത്, ടീച്ചറിൻ്റെ മേഖല ഇതാണ്, ഇതിനകത്തേക്ക് തന്നെ ടീച്ചർ വരണം, അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ടെറ്റ് എഴുതുന്നത്. അപ്പോൾ ടെറ്റ് ഫസ്റ്റ് തന്നെ ഞാൻ അത് ക്വാളിഫൈ ചെയ്തു. അതിനുശേഷമാണ് LPക്ക് വേണ്ടിയിട്ട്. അപ്പോഴേക്കും എല്ലാവരും ഒരുമാതിരി എല്ലാം പഠിച്ചെടുത്ത് കഴിഞ്ഞു. LPSൻ്റെ സിലബസ് ഭയങ്കര ഹ്യൂജായിട്ടുള്ളൊരു സിലബസായിരുന്നു. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു ബേസിക് ഉണ്ട് സൈക്കോളജീനെ കുറിച്ചൊക്കെ. എന്നാലും നമുക്ക് അതിൻ്റെ എന്താ പറയുക, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ സയൻസ് വിഷയങ്ങൾ അത്യാവശ്യം എനിക്ക് താല്പര്യമുള്ളത് കൊണ്ടും വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പം ഇതിനകത്തേക്ക് കൂടുതൽ ഇറങ്ങണമല്ലോ. അപ്പോഴേക്കും ഞാൻ 2023 ഞാൻ സർവീസിൽ കയറി ഇവിടെ വന്ന് അതൊന്ന് അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് സമയമെടുത്തു. ആ ടൈമിലാണ് രഞ്ജിത്ത് സാറിൻ്റെ 34ാമത്തെ ഗോൾഡ് ബാച്ച് അനൗൺസ്മെൻറ്റ് വന്നത്. ഞാനതിന് എന്ത് ചെയ്തു, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു. ഗോൾഡ് ബാച്ചിൽ സാറിൻ്റെ ഓരോ ദിവസത്തേന് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സും നോട്ടിഫിക്കേഷൻ എല്ലാം നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഒരു 2 മാസം എനിക്ക് കിട്ടുന്ന ഇടവേളകളിൽ ഞാൻ അത്യാവശ്യം നോക്കി. പക്ഷെ നമുക്ക് ശരിയായ രീതിയിൽ മുഴുവനായിട്ടും കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മുഴുവനായിട്ട് സാറ് തരുന്ന എല്ലാം ഫോളോ അപ്പ് ചെയ്യാനോ എല്ലാ ക്ലാസ്സുകളും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് എന്താ ചെയ്യേണ്ടത്, എൻ്റെ മെൻറ്റർ നീതു ടീച്ചറായിരുന്നു, നീതു മാമും പിന്നെ ഓരോ ദിവസം ലൈവ് ക്ലാസ്സിൻ്റെ അടിയിലുണ്ടാവുമല്ലോ, നമ്മൾ ടെസ്റ്റിന് ലൈവ് എക്സാംസ് ഉണ്ടാവും. ആദ്യം ഒരു ദിവസത്തെ ഒരു 10-15 വീഡിയോ ക്ലാസ്സസ് ഉണ്ടാവും, അതിൻ്റെ അടിയിൽ ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ മിക്കവാറും എനിക്ക് ക്ലാസ്സസ് കാണാൻ സമയം കിട്ടില്ല. ഒന്നാമത്തെ ഇവിടെ വന്ന് നമ്മൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ എക്സാം എടുത്തു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര ടെൻഷനായി. ഞാൻ എവിടെ എത്തിയിട്ടില്ലല്ലോ, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊരു പെട്ടെന്നുള്ളൊരു പേടി. അത് അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇവിടുന്ന് ഏണ്ട് ലീവ് 1 മാസത്തേക്ക് എടുത്തു. 1 മാസത്തേക്ക്, ആ 1 മാസമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇവിടെ എത്താനുള്ള കാരണം. ആ 1 മാസം എന്താ പറയുക, ഒരു 10-25 ദിവസം കിട്ടി. എക്സാം മുതൽ ഒരു 25, എക്സാമിൻ്റെ ബാക്കിലോട്ട് ഒരു 25 ദിവസം കിട്ടി. ആ 25 ദിവസം അപ്പോഴേക്കും ടെസ്റ്റുകൾ, മോഡൽ എക്സാംസ് ഒരുപാട് ചെയ്യുന്നുണ്ടായിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇങ്ങനെ ഓരോ ദിവസവും ടെസ്റ്റുകൾ വരും. അപ്പോൾ അങ്ങനെ ടെസ്റ്റുകൾ ചെയ്തും അതിൻ്റെ കൂടെ രാവും പകലും ക്ലാസ് കണ്ട് അത് ആ 20-25 ദിവസമാണ് എന്നെ ഈ 20ാം റാങ്കിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും വലിയ ഘടകം എന്ന് ഞാൻ പറയും. നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അതിന് മുഴുവനായിട്ട് 100% കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളത് എനിക്ക് 100% നമുക്കറിയാം. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കുറച്ചും കൂടെ നേരത്തെ നോക്കുമായിരുന്നു, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള റാങ്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കും. എന്നാലും ഇത് ഞാൻ മോശമെന്നല്ല പറയുന്നത്. എൻ്റെ കാര്യത്തിൽ, ഞാൻ എൻ്റെ സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം എൻ്റെ ഭഗവാനെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, ഇത് നല്ലൊരു റാങ്കാണ്, എനിക്ക് നല്ലൊരു ഇതിലെത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് പുള്ളി നല്ല നോളജുള്ള ആളാണ്. അപ്പോൾ എന്നെ വിവാഹം കഴിക്കുന്ന സമയത്ത് പുള്ളിക്ക് പെട്ടെന്ന് ഒരു ഗൾഫിലേക്ക് പോകാനുള്ളൊരു ചാൻസ് കിട്ടി. അപ്പോൾ പുള്ളി ആ സമയത്ത് എല്ലാം PSC എഴുതുന്നുണ്ടായിരുന്നേ. PSC എഴുതി, അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് അറിയത്തില്ല.
അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളിക്ക് അഡ്വൈസ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് പഞ്ചായത്ത് സെക്രട്ടറിൻ്റെ. അദ്ദേഹത്തിന് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അത് എനിക്ക് അതിനെക്കുറിച്ച് അപ്പം അറിയുന്നില്ലായിരുന്നു. PSCയിലേക്ക് വന്നതിന് ശേഷമാണ് എന്ത് വലിയൊരു നഷ്ടമാണ് അന്ന് എനിക്ക് അദ്ദേഹത്തിന് സംഭവിച്ചതെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അദ്ദേഹം 1 വർഷം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നു. എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എൻ്റെ ചേട്ടായിയാണ്. എൻ്റെ ചേട്ടായി ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കില്ല. ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പഠിക്കാനാണെങ്കിലും പുള്ളി വീട്ടിലുണ്ടെങ്കിൽ എന്താ പറയുക, ഞാൻ കാരണം നിനക്കൊരു ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് പറഞ്ഞിട്ട് സൈറ്റിൽ തന്നെ നിന്നിട്ട് ഉള്ള ആളാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുൾ ടൈം റൂമിനകത്തായിരിക്കും. നമ്മൾ അങ്ങനെ പഠിക്കുന്ന സമയത്ത് പുള്ളി കാരണം ഒരു ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് പറഞ്ഞിട്ട് 1 മാസത്തോളം കാലം പുള്ളി പുറത്ത് നിന്നിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴും പറയായിരുന്നു, നമുക്ക് വീട് പണി കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ എന്നോട് പറയുന്നു, നീ പഠിച്ച് ജോലി മേടിക്കുക, എന്നിട്ട് നമുക്ക് വീട് പണിയാം എന്നറിയാം. അപ്പം അപ്പോഴൊക്കെ അതൊരു തമാശയായിട്ടേ കണ്ടിട്ടുള്ളൂ. അത് എപ്പോഴും പറയായിരുന്നു, നീ പഠിച്ച് ജോലി മേടിക്കും. ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ട് പോലും ഇല്ലാണ്ട് ചേട്ടൻ എങ്ങനെ? അപ്പോൾ ഞാൻ അറിയാം ചേട്ടൻ പിന്നെ ഒരു തമാശ രീതിയിൽ അത് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് നമ്മൾ ഇതെന്താണ് ഈ ഗവൺമെൻറ് ജോബ് എന്താണെന്ന് നമ്മൾ കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഏറ്റവും സെക്യൂർഡാണ്. പുറത്ത് നമ്മൾ ഒരു ടീച്ചറായിട്ടോ ഒരു പ്രൈവറ്റ് സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു മിനിമം ശമ്പളം എന്ന് പറയുന്നത് ഒരു 5000 രൂപ, ഒരു 6000 രൂപ, അതൊരു 10,000 രൂപ. അതിൽ കൂടുതൽ നമുക്ക് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി വേജസ് ആയിട്ട് കയറണം. ഡെയിലി വേജസ് ആയിട്ട് നമ്മൾ ഗവൺമെൻറ് സ്കൂളുകളിൽ കയറുവാണെങ്കിൽ കുറച്ചും കൂടി കിട്ടും. എന്നാലും അത് സ്ഥിരമല്ല. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് നമ്മുടെ ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ സെക്യൂർഡ്. എൻ്റെ ഏറ്റവും എനിക്കും അറിയാം, എന്നെ മറ്റുള്ളവർ കാണുന്ന കാഴ്ചപ്പാട് തന്നെ മാറിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ അത്രയും കാലം നമ്മൾ വെറും ഒരു വീട്ടിലിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് എന്ത് സാധിക്കുമെന്ന് പറഞ്ഞ ആൾക്കാർ പോലെ നമ്മളോട് ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യൂ എന്ന് പറയുമ്പോഴുള്ള അവസ്ഥ വരെ എത്തിക്കാൻ കാരണം ഈ ഗവൺമെൻറ് ജോബിൽ ഇവിടെ എത്താൻ സാധിച്ചതുകൊണ്ടാണ്. എവിടെയാണ് നീ എങ്ങനെയാണ് പഠിച്ചത്, ഏതിലൂടെയാണ് പഠിച്ചത്? ഇപ്പോൾ കുറേ പേര് നമ്മളിപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് അറിഞ്ഞിട്ട് തന്നെ എൻ്റെ കൂടെ പഠിച്ച TTCക്ക് ആണെങ്കിലും കൂടെ പഠിച്ച കുറേ ഫ്രണ്ട്സ് എന്നെ വിളിച്ചു, എങ്ങനെയായിരുന്നു എൻട്രി ആപ്പ് എടുക്കട്ടെ, എങ്ങനെയുണ്ടായിരുന്നു എനിക്ക്? അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒന്നും പേടിക്കാനില്ല, അത് ഫോളോ ഇഷ്ടം നമുക്ക് കിട്ടാനാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ അല്ല നമ്മളെ കൊണ്ട് പറ്റുന്നതിൽ അപ്പുറം എൻട്രി ആപ്പിലുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എൻട്രി ആപ്പിലുണ്ട്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ SSCRTൻ്റെ സിലബസിൽ ഇഷ്ടം പോലെ ഓരോ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓരോ ചാപ്റ്റേഴ്സിലും അതിനകത്ത് ടെസ്റ്റുകളാണ്. നമ്മൾ ക്ലാസ്സസ് നമുക്ക് കാണാൻ പറ്റില്ലെങ്കിൽ ഓരോ ക്ലാസ്സിൻ്റെ ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ എന്താ പറയുക, നമുക്ക് ഓരോ ടോപ്പിക്കുകളുണ്ടാവുമല്ലോ, ഓരോ പാഠത്തിൻ്റെയും ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്, ഓരോ ടെസ്റ്റുകളായിട്ട്. അത് നമുക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ നമുക്കതൊക്കെ യൂസ് ചെയ്ത് നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ എൻട്രി ആപ്പ് കഴിഞ്ഞിട്ട് വേറെ ഉള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അതിനകത്ത് ഒരുപാട് മുഴുവനായിട്ട് ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ ഒക്കെ വേറെ എവിടെയെങ്കിലും എത്തിപ്പോകുമെന്ന് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ എൻ്റെ എവിടേക്കോ നോക്കിയിട്ടുള്ളൂ. ഒരു എന്താ പറയുക, ഞാൻ അതിനകത്ത് നമ്മുടെ പ്രൊഫൈൽ എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ അറിയാം എത്ര ടെസ്റ്റുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഒരു 1000-ന് മേളിൽ ടെസ്റ്റുകൾ ഞാൻ അതിനകത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. 1000-ന് മേളിൽ ടെസ്റ്റുകൾ നമ്മൾ നടത്തി കഴിയുമ്പോഴാണ് നമ്മൾ എവിടെ എത്തിയെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ ആർക്കും നേടാൻ പറ്റുന്ന കാര്യമാണിത്. കൊറോണ ടൈമിൽ എല്ലാവരും വീട്ടിലിരിക്കുകയാണല്ലോ, നമ്മുടെ കയ്യിലൊന്നുമില്ല. പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും വീട്ടിലെ കാര്യം, ഹസ്ബൻഡിനാണ് ആ ടൈമിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ആ ടൈമിൽ ഞാൻ തൊഴിലുറപ്പ് പണിക്ക് പോയിട്ടുണ്ട്. തൊഴിലുറപ്പ് പണിക്ക് പോയിട്ട് 50 ദിവസം 51 ദിവസം കണ്ട് ഞാൻ പണിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മളൊക്കെ എന്ത് പണി നമ്മൾ ചെയ്യുന്ന നമുക്ക് ഒരു കുറച്ചിലായിട്ടല്ല നമ്മൾ പറയുന്നത്. ഏത് പണിക്കും അതിൻ്റേതായിട്ടുള്ള അന്തസ്സുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും വരെ പഠിച്ചിട്ട് നമ്മൾ എവിടെ എത്തിയില്ല എന്നുള്ള ചിന്ത അപ്പോഴാണ് വന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും നമ്മൾ എന്താ പറയുക പഠിച്ച് എന്തെങ്കിലും നേടാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ മുമ്പോട്ട് ജീവിച്ചിട്ട് എന്താണ് കാര്യം എന്നുള്ള തോന്നൽ ആ സമയത്തുണ്ടായി. ആ ഒരു കാലഘട്ടം അത് കുറച്ചൊരു സ്ട്രഗിളായിരുന്നു. നമ്മുടെ കൊറോണ കാലഘട്ടം എല്ലാവർക്കും സ്ട്രഗിളാണ്. ആ ടൈമാണ് എന്നെ PSCയിലേക്ക് വലിച്ചിടാനുള്ള കാരണം. ഇപ്പോൾ ലൈഫിലൊന്നും ആയിട്ടില്ല, എവിടെ എത്തിയിട്ടില്ല എന്ന് വിചാരിച്ച് തളർന്നിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ.
അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെപ്പോലെ തളർന്നിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞത് എൻട്രി ആപ്പിൻ്റെ ഒരുപാട് സഹായമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻട്രി ആപ്പ് മാത്രമല്ല, ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോം ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ എൻട്രി ആപ്പിലൂടെ എൻ്റെ അനുഭവങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ എനിക്കാവില്ല എന്ന് പറഞ്ഞിരിക്കുന്നിടത്തോളം കാലം നമ്മൾ അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. നമുക്ക് എത്രമാത്രം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നോ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും. അതിന് പ്രഥമ ഉദാഹരണമാണ് ഈ ഇരിക്കുന്ന ഞാൻ.